ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 33 അംബരീഷ ചരിതം. ആദ്യം അംബരീഷൻ ആരാണ് എന്ന് പറയുന്നു. നമ്മൾ കണ്ടതാണ് സത്യവ്രത രാജാവ് അടുത്ത ജന്മത്തിൽ വൈവസ്വത മനുവായി തീരും എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വൈവസ്വത മനുവായി ജനിച്ച അദ്ദേഹത്തിൻ്റെ മകനാണ് നഭാഗൻ എന്ന രാജാവ്. അദ്ദേഹത്തിൻ്റെ മകനാണ് നാഭാഗൻ. അദ്ദേഹത്തിന് കവി എന്നും പേരുണ്ട്. വലിയ ശിവഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഈ അംബരീഷൻ. അംബരീഷൻ്റെ ഏകാദശി വളരെ പ്രസിദ്ധമാണ്. തപശക്തിയേക്കാളും ഭക്തിയാണ് വലുത് എന്ന് തെളിയിക്കുന്ന ചരിത്രമാണ്. മാത്രമല്ല തൻ്റെ എല്ലാ കാര്യവും, ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും രാജ്യം ഭരിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും എല്ലാം ഭഗവത് അർപ്പണമായിട്ട് ചെയ്യുന്ന ഒരു മഹാഭാഗ്യവാനായിരുന്നു ഈ അംബരീഷൻ. അദ്ദേഹം 7 ആഴികൾ ചൂഴുന്ന ഈ ഭൂലോകത്തിൻ്റെ മുഴുവനും ചക്രവർത്തിയായിരുന്നു. എന്നിട്ടും ഭഗവത് ഭക്തിയായിരുന്നു അദ്ദേഹത്തിന് മുഖ്യം. ആ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചതുകൊണ്ട് തന്നെ അത് ഏറ്റവും നന്നാവുകയും ചെയ്തു. മാത്രമല്ല സജ്ജന സംഘം, എവിടെ സജ്ജനങ്ങളുണ്ടോ, ഭക്തന്മാരുണ്ടോ, അവരെയൊക്കെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയും അവർക്ക് നല്ല കാര്യങ്ങൾ, അവരുമായിട്ട് സംവാദമൊക്കെ ചെയ്യുമായിരുന്നു അദ്ദേഹം. അങ്ങനെ മഹാബലിക്ക് സംരക്ഷണത്തിനായി ഭഗവാൻ സുദർശന ചക്രം കൊടുത്തതുപോലെ സുദർശനത്തെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അംബരീഷ രാജാവിന് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ശ്രദ്ധിക്കണം എന്ന്. അത്ര പ്രിയപ്പെട്ട ഭക്തനായിരുന്നു ഭഗവാന് ഈ അംബരീഷൻ. ശ്ലോകം നോക്കാം. വൈവസ്വതാഖ്യ മനുപുത്രനഭാഗജാത നാഭാഗനാമക നരേന്ദ്രസുതോ അംബരീഷ സപ്താർണവാവൃതമഹീദയിതോ അപി രേമേ ത്വൽസംഗിഷു ത്വയി ച മഗ്നമനാ സദാ ഏവ. വൈവസ്വത മനുവിൻ്റെ സൂര്യപുത്രനായിട്ടുള്ള വിവസ്വാൻ്റെ പുത്രനായിട്ടുള്ള മനുവിൻ്റെ പുത്രൻ ആയിട്ടുള്ള നഭാഗൻ, നഭാഗജാതൻ പുത്രനായിരുന്നു നഭാഗൻ. നാഭാഗൻ്റെ ജാതൻ, നാഭാഗൻ്റെ പുത്രനായിരുന്നു നാഭാഗനാമക നരേന്ദ്രൻ, നാഭാഗൻ എന്ന രാജാവ്. ആ രാജാവിൻ്റെ സുത അംബരീഷ, പുത്രനായിരുന്നു അംബരീഷൻ. സപ്താർണവ ആവൃത, സപ്തസമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള മഹീദയിത, ഭൂമിയുടെ ദയിത ഭർത്താവ്, രാജാവ്, ആ ചക്രവർത്തിയായിരുന്നു. അപ്പി, എങ്കിലും എന്നാണ്. എല്ലാ സമയവും ഉണർന്നിരിക്കേണ്ട ആളാണ് രാജാവ്. അങ്ങനെ ഉള്ള ആ ഒരു സ്ഥിതിയിലും രാജാവ് ഭഗവത് ഭക്തിക്കാണ് പ്രാധാന്യം കൊടുത്തത്. ഒപ്പം രാജ്യത്തെ വേണ്ട വിധം സംരക്ഷിക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചു. സദാ ഏവ, എല്ലാ സമയവും, ത്വൽ സംഗിഷു ത്വയി ച, ഭഗവാനെ അങ്ങയിലും അങ്ങയുടെ ഭക്തന്മാരിലും, മഗ്നമന, ഈ അംബരീഷൻ്റെ മനസ്സ് മുഴുകിയിരുന്നു. രേമേ, അങ്ങനെയാണ് അദ്ദേഹം സുഖമായി കാലം കഴിച്ചിരുന്നത്. ഭാഗവതത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണല്ലോ, സംഗ്രഹമാണല്ലോ നാരായണീയം. അപ്പോൾ നവമസ്കന്ധത്തിൻ്റെ ആരംഭമാണ് ഇവിടെ. നവമസ്കന്ധം മുഴുവനും ഭഗവത് ഭക്തന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ വംശങ്ങളുടെയും ഒക്കെ കഥയാണ്. അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ് സൂര്യവംശ രാജാവായിട്ടുള്ള അംബരീഷൻ. 7 സമുദ്രങ്ങൾ ചൂഴുന്ന ഭൂമി എന്ന് പറയുന്നത് അത്രയും വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനാണ്. എങ്കിലും അദ്ദേഹത്തിന് ഭക്തി ചെയ്യാനും അതുപോലെ തന്നെ ഭക്തന്മാരെ സഹായിക്കാനും ഏറ്റവും ശ്രദ്ധയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ ഭഗവാൻ പ്രസാദിക്കുകയും ചെയ്തു. വൈവസ്വത ആഖ്യ, വൈവസ്വതൻ എന്നു പേരായിട്ടുള്ള മനുപുത്രൻ, മനുവിൻ്റെ പുത്രനായിരുന്നു
നഭാഗൻ എന്ന രാജാവ്. ജാത നാഭാഗ, അദ്ദേഹത്തിൽ നിന്നും ജനിച്ച ആളാണ് നാഭാഗൻ എന്ന രാജാവ്. നാഭാഗനാമക നരേന്ദ്രൻ. സുതോ അംബരീഷ, അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു അംബരീഷൻ. സപ്താർണവ ആവൃത മഹീദയിതോ അപ്പി. സപ്താർണവങ്ങളും 7 സമുദ്രങ്ങളും ചുറ്റുന്ന ആ സകല ലോകങ്ങളും ഉൾപ്പെടുന്ന ഭൂമിയുടെ ചക്രവർത്തിയായിരുന്നു. മഹീദയിതോ അപ്പി, എങ്കിലും. ആ എങ്കിലും എന്നതിന് നല്ല അർത്ഥമുണ്ട്. ഇത്രയും ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥലത്തിരുന്നിട്ടും അല്പം പോലും അഹങ്കാരാവട്ടെ ഒന്നും തോന്നാതെ ആ രാജാവ് അത്ര മഹാനായിരുന്നു. അധിപതിയായിരുന്നിട്ടും സപ്താർണവ ആവൃത മഹി ദയിത അഭി, ആ ഭൂമിയുടെ ചക്രവർത്തി ആയിരുന്നിട്ടും സദാ അദ്ദേഹം എപ്പോഴും, സന്ധ്യാസമയത്ത് മാത്രം എന്നല്ല, എപ്പോഴും രേമേ, ഭഗവാനിൽ തന്നെ ഇങ്ങനെ രമിച്ചു കൊണ്ടിരുന്നു, സദാ സന്തുഷ്ടനായിരുന്നു. ത്വൽ സംഗിഷു ത്വയിച്ച, അങ്ങയുടെ ഭക്തന്മാരിലും അങ്ങയിലും, ഭക്തന്മാർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തേക്കുന്നത്. മഗ്നമന, അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും ഭഗവാനിൽ മുങ്ങിയതായിരുന്നു. വൈവസ്വതാഖ്യ മനുപുത്രനഭാഗജാത നാഭാഗനാമക നരേന്ദ്രസുതോ അംബരീഷ സപ്താർണവാവൃതമഹീദയിതോപി രേമേ ത്വൽസംഗിഷു ത്വയി ച മഗ്നമനാ സദൈവ. 2ാമത്തെ ശ്ലോകം. അംബരീഷൻ്റെ ഭക്തിയിൽ വളരെയധികം പ്രീതനായ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് സുദർശന ചക്രത്തിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഭാഗവതത്തിലെ അംബരീഷൻ്റെ സ്തുതി വളരെ മനോഹരമായിട്ടുള്ളതാണ്. 1000 മുനകളുള്ള സുദർശന ചക്രത്തെ ഭഗവാൻ അംബരീഷനെ സംരക്ഷിക്കണം എന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. ഭഗവത് ഭക്തി, അതുപോലെ തന്നെ ഇന്ദ്രിയ നിഗ്രഹം, പരിശുദ്ധമായ മനസ്സ്, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഭക്തൻ്റെ മനഃശക്തി അപാരാണ്. അതിൻ്റെ മുന്നിൽ ആയുധങ്ങളോ തപശക്തിയോ ഒക്കെ നിസ്സാരാണ്. ഉത്തമനായിട്ടുള്ള രാജാവും ഒപ്പം ഭഗവത് ഭക്തന്മാരിൽ അഗ്രഗണ്യനുമായിരുന്നു ഈ അംബരീഷൻ. 2ാമത്തെ ശ്ലോകം നോക്കാം. ത്വത് പ്രീതയേ സകലമേവ വിതന്വദോസ്യ ഭക്ത്യൈവ ദേവ ന ചിരാദവൃതാ പ്രസാദം യേന അസ്യ യാചനമൃതേ അഭ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിദധാര സഹസ്രധാരം. അർത്ഥം: ത്വത് പ്രീതയെ, ഭഗവാനെ, അവിടുത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് സകലമേവ വിതന്വത, ഈ അംബരീഷൻ ചെയ്തിരുന്ന ഓരോ പ്രവൃത്തിയും. ഇതുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കണം എന്ന വിധത്തിൽ പൂർണ്ണമായാണ് എല്ലാ കാര്യവും, അതത്ര മതി എന്ന മട്ടിലല്ല ചെയ്തിരുന്നത്. എല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ അദ്ദേഹം ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അതുപോലെയാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അസ്യ ഭക്ത്യ ഏവ, അംബരീഷൻ്റെ ഈ ഭക്തി കൊണ്ട് തന്നെ ന ചിരാത് പ്രസാദം അഭൃത, ഭഗവാൻ അംബരീഷനിൽ ന ചിരാത് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ വേഗം, ചിരകാലം, ചിരാത് എന്നൊക്കെ പറഞ്ഞാൽ വൈകി, വളരെ കാലം കൊണ്ട്. ന ചിരാത് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ, പെട്ടെന്ന് തന്നെ, കാലതാമസം കൂടാതെ തന്നെ പ്രസാദമഭൃത, പ്രസാദിച്ചു. ഏന അസ്യ യാചനമൃതേ അഭി, ആ ഭഗവത് പ്രസാദം കൊണ്ട് തന്നെ അസ്യ, ആ അംബരീഷൻ്റെ യാചനം ഹൃദേ, ഹൃദേ എന്ന് പറഞ്ഞാൽ കൂടാതെ, യാചനം ഹൃദേ, അംബരീഷൻ ചോദിക്കുക പോലും ചെയ്യാതെ തന്നെ അഭിരക്ഷണാർത്ഥം, അംബരീഷനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഭവാൻ സഹസ്രധാരം ചക്രം പ്രവിദധാര, അങ്ങയുടെ 1000 ആരക്കാലുകളുള്ള ആ സുദർശന ചക്രത്തെ ഏൽപ്പിച്ചുവല്ലോ. അംബരീഷൻ്റെ രക്ഷ നോക്കുവാനായിട്ട് സുദർശന ചക്രത്തെ നൽകുകയും ചെയ്തില്ലേ എന്നാണ്.
യഥാർത്ഥ ഭക്തന് മാത്രമേ ഇങ്ങനെ സമർപ്പണ ഭാവത്തിൽ ഓരോ പ്രവൃത്തിയും ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ചെയ്തതുകൊണ്ടാണ് കൃത്രിമമായിട്ടുള്ള ഒരു കവചോ സുരക്ഷാഭടന്മാരോ ആയുധമോ ഒന്നും വേണ്ട, എപ്പോഴും അംബരീഷനെ രക്ഷിച്ചു കൊണ്ടിരുന്നത് ഭഗവാൻ തന്നെയാണ്. അങ്ങനെ തന്നെ ആ അംബരീഷൻ്റെ ഓരോ പ്രവൃത്തികളും ഏറ്റവും പൂർണ്ണമായി വരികയും ചെയ്തു. ത്വത്പ്രീതയേ സകലമേവ